നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൂള്ളൂർ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 7/8/2025 വ്യാഴാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില മാറ്റമില്ലാതെ തുടരുകയാണ്. ഇനി സ്വർണം വില കൂടുകയാണ്. ഇനി കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 204, RSS 5 കിലോ 200, ISNL 20 181, ലാറ്റക്സ് 60%, 141 രൂപ 60 പൈസയാണ്. ഇതാണ് കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 204, RSS 5 കിലോ 200 ആണ്. ഇതാണ് കൊച്ചി വില. ഇനി കേരളത്തിലെ ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ 132, 60% ഒട്ടുപാൽ കിലോ 99 രൂപ 75 പൈസയാണ്. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിന് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 195, ലോട്ട് കിലോ 175 മുതൽ 180 രൂപയാണ്. വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 196, RSS 5 കിലോ 192, ISNL 20 170 മുതൽ 175 രൂപ 50 പൈസയാണ്. ഒട്ടുപാൽ വ്യാപാരി വില നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 110 മുതൽ 120 രൂപയാണ്. ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില. മിക്ക ആൾക്കാരും ടാപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. അനുകൂലമായ കാലാവസ്ഥയാണ് ഇപ്പോൾ. കേരളത്തിലെ രാവിലത്തെ സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണം 1 ഗ്രാമിൻ്റെ മുകളിൽ 10 രൂപയും 1 പവൻ്റെ മുകളിൽ 80 രൂപയാണ് കൂടിയിരിക്കുന്നത്. 22 ക്യാരറ്റ് 1 ഗ്രാം 9380, 75,040 രൂപയാണ്. അതേസമയം 24 ക്യാരറ്റ് 1 ഗ്രാം 10,233, 1 പവൻ 81,864. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 98, വെളിച്ചെണ്ണ ലിറ്ററിന് 480, കൊപ്ര എടുത്തവിടെ 238, കച്ചോലം 400, കശുവണ്ടി 110, കൊക്കോ 350, അടയ്ക്ക പുതിയത് 350 മുതൽ പഴയത് 360, കാഞ്ഞിരക്കുരു 1850, കയർ ഇഴക്കയർ 10 രൂപയും, കരിപ്പട്ടി കയർ 10 മുതൽ 15, ജാതിക്ക തൊണ്ടോട് കൂടി 280, ഗ്രാമ്പു 720, നാടൻ 775 ആണ്. കുരുമുളക് പുതിയത് 658, കുരുമുളക് ഗാർബിൾഡ് കിലോ 688, കുരുമുളക് അൺഗാർബിൾഡ് 668, ചുക്ക് വെസ്റ്റ് 250, മഞ്ഞൾ സേലം 155. കാലാവസ്ഥ മാറിയതോടുകൂടി മിക്ക സ്ഥലങ്ങളിൽ ഇപ്പോൾ പകർച്ചപ്പനികൾ വ്യാപകമാവുകയാണ്. അതിൽ എലിപ്പനിയും ഡെങ്കിപ്പനികളും ഉണ്ട്. പിന്നെ കൊതുകുകൾ മുട്ടയിടുന്ന സ്ഥലങ്ങൾ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. ചിരട്ട, തൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ കമഴ്ത്തി വയ്ക്കുകയോ അത് ഭദ്രമായി സൂക്ഷിച്ച് വെള്ളം വീഴാത്തിടത്ത് വെക്കുകയൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ കൊതുകുകൾ പെറ്റുപെരുകി അങ്ങനെയുള്ള പനിയുള്ള അസുഖങ്ങൾ പിടിക്കാറുണ്ട്, സാധ്യതയുണ്ട്. വീടും പരിസരവും എപ്പോഴും ശുചിത്വത്തിൽ ഇരിക്കുക. കാരണം അല്ലെങ്കിൽ എലികൾ അവിടെ വന്ന് താമസിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ എലിപ്പനികളും വരാൻ സാധ്യതയുണ്ട്. എലികൾ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി കളിച്ച് ആ വെള്ളത്തിൽ നമ്മളിറങ്ങിയാൽ അതിലൂടെ എലിപ്പനികളും മറ്റും പിടിക്കും. ഇതോടുകൂടി ഈ വീഡിയോ പൂർണ്ണമാകുന്ന. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നു വളരെയധികം നന്ദി. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക്, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.